കൊളുക്കുമല ഇല്ലെങ്കിൽ മൂന്നാറില്ല. ശരിക്കും കൊളുക്കുമല ഇല്ലെങ്കിൽ മൂന്നാറില്ല. ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ മൂന്നാർ വന്നിട്ട് പോവാതെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കൊളുക്കുമല. എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് UD വ്ളോഗ്. യു ക്യാൻ കോൾ മീ UD. ഞാൻ നല്ല കിതച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ നടന്നു വന്നിട്ടാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ മോർണിംഗ് ഏകദേശം 6:10 ആയിട്ടുള്ളൂ. ഈ കൊളുക്കുമലയിലെ സൺറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. അതായത് 7500 ഫീറ്റ് ഉയരത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടീ എസ്റ്റേറ്റ് വരുന്നത് ഇവിടെ തന്നെ ഉണ്ട്. ആ സൈഡിലാണ് എസ്റ്റേറ്റ്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ചെറുതായിട്ട് കാണാം, അതാണ് എസ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇവിടെ ഒരു അടാറ് കാഴ്ച വരാൻ പോകുന്നുണ്ട്. അതിലോട്ടാണ് ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കൊളുക്കുമല അല്ലെങ്കിൽ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരിക്കും. അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ജീപ്പുകാർ അത് ഇങ്ങോട്ട് ഞാൻ 5 മണിക്ക് എത്തി. അതായത് കൊച്ചിയിൽ നിന്നാണ് വന്നത്. 12 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 5 മണിക്കാണ് ഞാൻ ചെക്ക് പോസ്റ്റിലോട്ട് എത്തിയത്. അപ്പോൾ ആ 5 മണിക്ക് അവിടെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് നമ്മൾ സൺറൈസ് കാണാനാണ് വരുന്നത്. അപ്പോൾ അധികം വരുന്ന വഴിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, വരുന്ന വഴിയിൽ തന്നെ ഒരു ഏകദേശം 10 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരുപാട് ജീപ്പുകാർ ഫ്രണ്ടിലോട്ട് ചാടും. മാക്സിമം അതൊക്കെ ഒഴിവാക്കിക്കോ. അറ്റത് എൻ്റെ ഈ കൊളുക്കുമലയിലേക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറിയായിരിക്കും ബെറ്റർ. ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ആരെങ്കിലും കൂടെ കയറിപ്പോയി. ഞാൻ അങ്ങനെയാണ് പോന്നിട്ടുള്ളത്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് സൺറൈസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇത്രയും പേരുണ്ടോ. വെയിറ്റിംഗ് ആണ് സൺറൈസ് സ്റ്റിൽ. നിങ്ങളൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഇവിടെ 4ാമത്തെ തവണ ഇങ്ങോട്ട് വരുന്നത്. അത് റീസൺ എന്താ വെച്ചാൽ നമ്മൾ നോർമലി വരുമ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ വരുന്നവരെന്ത് ചെയ്യും, ജീപ്പേര് അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ ആ വഴിയിലായിരിക്കും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കൊടുന്നിടും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ സണ്ണിൻ്റെ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് സണ്ണിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ ഇങ്ങനെ പൊന്തി വരും. അതൊരു ഭംഗിയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ജീപ്പ് അറൗണ്ട് ഏകദേശം ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ജീപ്പ് പേരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മാത്രം കണ്ടില്ല, കുറച്ച് ആളുകളുള്ളൂ. ഇവിടെ അധികം കുറച്ച് ജീപ്പ് പേര് മാത്രമേ കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം വരുമ്പോൾ പറയണം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയണം. അപ്പോൾ അത് നോട്ട് ചെയ്ത ശേഷം പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ ഒരു സ്പോട്ടുണ്ട്, പിന്നെ അവിടെ ഒരു സ്പോട്ടുണ്ട്. മൊത്തം 3 സ്പോട്ടുണ്ട്. നല്ലൊരു ചായ കിട്ടുന്ന സ്പോട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ സ്ഥലത്തോട്ട് വരാതിരിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ സൺറൈസ് കണ്ടിട്ട് ബാക്കി പറയാട്ടോ. ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ കാത്തിരുന്നതിന് വിരാമമായി കേട്ടോ. സണ്ണ് പൊന്തി വരുന്നുണ്ട്. ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാതെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. പക്ഷെ അത് ആ ഒരു പൊങ്ങലുണ്ട്, അതായത് ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. നല്ല രസമാണ് കാണുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ബേക്കറി കാണാം അത്രയും ആളുകൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരുപാട് നേരം വെയിറ്റിംഗ് ആണ്. കൊള്ളാം. മലയാളീസ് കുറവാണ്, കുറച്ച് മലയാളീസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഇവരോടൊക്കെ സംസാരിച്ചിരുന്നു. അത് ഇറ്റലിക്കാരാണ്. ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാം. 7500 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ വരുന്നത്. നോർമലി പറയുകയാണെങ്കിൽ ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ അവിടെ നിറച്ച് ക്ലൗഡ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തുണ്ടോ, നിങ്ങൾ അവിടെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഐ മീൻ അവിടെയാണ് സൺറൈസ് കാണാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇത്രയും ഇതാണ് ഒരു സ്പോട്ട്. Ouais, moi j'ai l'impression que c'est un gamin et il a laissé de plein de marrants. ഓക്കെ,
ഏകദേശം അതെ സൺറൈസ് കൊണ്ട് ഇവിടെ നിന്നു. ഇനി ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ പൊന്തി വരും, ചൂട് കൂടി തുടങ്ങും പറഞ്ഞാൽ ഇതേ ക്ലൈമറ്റിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി സീനുണ്ട്. നമുക്ക് ഇവിടുത്തെ സൺറൈസ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ നല്ല സ്പോട്ടുകളുണ്ട്. ഇത് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ആ എസ്റ്റേറ്റ് പറഞ്ഞില്ലേ, ഏറ്റവും ഹയസ്റ്റ് എസ്റ്റേറ്റ് വരുന്നത്, ലോകത്തിലെ ഹയസ്റ്റ് എസ്റ്റേറ്റ് ആണ്, അത് കാണാൻ പറ്റും. പിന്നെ പോകുന്ന റൂട്ടും കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെ സമയം സ്പെൻഡ് ചെയ്യണ്ട. അപ്പോൾ പോകുന്ന റൂട്ടും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആളുകൾ ഇങ്ങോട്ട് ഒരിക്കലും വരരുത് എന്നല്ലേ, അത് എന്താണ് ഏത് ആളുകളാണെന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. മാക്സിമം 4K ഇട്ട് കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽപ്പ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഇതാട്ടോ. അതായത് ഫസ്റ്റ് വന്ന സ്പോട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്ന അവിടെ നിന്നുണ്ട് ഇറങ്ങിയത്. ഇവിടെയാണ് ഇപ്പോൾ ജീപ്പ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ക്യാൻറ്റീൻ വരുന്നുണ്ട്, ഫുഡ് കഴിക്കുക. അതായത് ടോക്കൺ എടുത്തിട്ട് നമ്മളവിടെ കൗണ്ടർ ഉണ്ടാവും, ക്യാഷ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ മാഗി മെയിൻലി ചായയൊക്കെ വരുന്നത്. അപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി മാഗി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4ാമത്തെ തൊട്ട് അവിടെ വരുന്നതുകൊണ്ട് മാഗിക്ക് അടിപൊളി ഫുഡാണ്, നിങ്ങൾക്ക് കഴിക്കട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ 2-3 ടൈപ്പ് ആളുകൾ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. കാരണം എന്താ വെച്ചാൽ ആ ടൈപ്പ് പെട്ട ഒന്നാമത്തെ ആളും പ്രഗ്നൻ്റ് ആയവർ, അതുപോലെ നല്ല ഏജ്ഡ് ആയവർ, അതുപോലെ നടുവേദന, ഫിസിക്കലി ചെറിയ പ്രശ്നങ്ങളില്ലവരൊന്നും വരരുത്. കാരണം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ റോഡിൻ്റെ സിറ്റുവേഷൻ കാണിച്ചു തരാം. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മോർണിംഗ് പുലർച്ചെ വന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ വീഡിയോസ് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചപ്പോൾ അത് മാത്രമല്ല, ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ സീറ്റ് എനിക്ക് കിട്ടിയത് ഇതിൻ്റെ ബേക്കറി സീറ്റാണ്. ബേക്കറി സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, വരുമ്പോൾ തന്നെ ഒരുപാട് ജീപ്പ് വരും നമ്മളെ ഫ്രണ്ടിലോട്ട് ചാടും. അവർ 2000-3000. അപ്പോൾ ഒരിക്കലും അവിടെ നിന്ന് നിർത്താതെ ലാസ്റ്റ് ആ ഒരു ബോർഡ് വരുന്നുണ്ട്, അതായത് ആ ഇത് വരുന്നുണ്ട്, എന്താ അതിന് പറയാം, മറ്റേ സാധനം, കാര്യം മനസ്സിലായി, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ഒരു പൊന്തിക്കണിയും താഴെ സാധനം അത് വരും. ചെക്ക് പോസ്റ്റ് അവിടെ വരും. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ഇട്ടിട്ട് 500-400 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് കയറി പോരാം. ഞങ്ങൾ ഷെയർ ചെയ്ത് കയറുമ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ബേക്കിലായിരിക്കും ഇരിക്കേണ്ടി വരും. ഞാൻ ബേക്കിലാണ് ഇതിലിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല തണുപ്പായിരുന്നു. ഞാൻ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. വിചാരിച്ച പോലെയല്ല. ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണ്, എല്ലായിടത്തും നല്ല ചൂടാണ്. ഞാൻ വിചാരിച്ചപ്പോൾ മൂന്നാറും ചൂട്, കുറച്ചൊക്കെ ക്ലൈമറ്റ് കുറവാണ്, നല്ല തണുപ്പ്. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ തിരിച്ചു പോകുമ്പോൾ ആ റോഡ് കാണിച്ചു തരാം. പിന്നെ ഞാനത് ഇവിടെ നിന്ന് നേരെ ഇനി എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഷെയർ ഇട്ട് വന്നുകൊണ്ട് എൻ്റെ കൂടെ പോകുന്ന 2-3 പേര് വെയിറ്റിംഗ് ആണ്. അവരോട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിലോട്ട് പോകും. ആ സ്പോട്ടും കാണിച്ചു തരാം. മാക്സിമം ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അവിടെ എന്താണ്, അവിടെ എത്തിയിട്ട് ആ സ്പോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, എസ്റ്റേറ്റ് കാണിച്ചു തരാം. ഇതാണ് ലോകത്തിലെ ഹൈയസ്റ്റ് എസ്റ്റേറ്റ്. എൻ്റെ മോനെ ഈ വ്യൂ ഒക്കെ നോക്കി ഒരു രക്ഷയില്ലാട്ടോ. സൂര്യ, ഇതാണ് ഹൈയസ്റ്റ് എസ്റ്റേറ്റ്. അതാ കാണുന്ന ബ്ലൂ ഉണ്ടല്ലേ, ബ്ലൂ അല്ലേ, ഇവിടുന്ന് ബ്ലൂ ഗ്രീൻ അതാണ്. പക്ഷെ അത് ഇപ്പോൾ പ്രവൃത്തിരഹിതമല്ല, ഇപ്പോൾ തൽക്കാലം പൂട്ടി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് പോകുന്ന ജീപ്പത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒന്ന് പരിചയപ്പെട്ടാലോ ചേട്ടനെ, ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. ചേട്ടാ പേര് പറഞ്ഞേ? രാമൻ. ഓക്കെ, ഞാനത് ചേട്ടൻ്റെ 2ാമത്തെ തവണയായിട്ട് വരുന്നത്. ഫസ്റ്റ് വട്ടപ്പം വന്നപ്പോഴും പുള്ളിൻ്റെ കൂടെ ഇരുന്നു, 2ാമത്തെ വട്ടപ്പം പുള്ളിൻ്റെ കൂടെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മാക്സിമം ഇവിടെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. പുള്ളി മാക്സിമം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ കുറേ ഇവിടെ അധികം വരുന്നവരെന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. പുള്ളി സമാധാനത്തോടെ എല്ലാം കാണിച്ചിട്ട് കൊണ്ടുപോയിട്ട് പുള്ളിൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ച് തരാം. നിങ്ങൾക്ക് മുൻകൂട്ടി വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പുള്ളി എല്ലാം ചെയ്തു തരും അല്ലേ ചേട്ടാ? ഓക്കെ, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണ്ടോ. അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞില്ല ഷെയറിങ് ആയിട്ട് ഞാൻ പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പോകുന്നവർ അപ്പോഴും ആ സൺറൈസിന് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞിട്ട്. അത് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ആ ഡ്രൈവർ എന്നെ വേറെ ജീപ്പിൽ ഇങ്ങോട്ട് കയറ്റി വിട്ടു. അവിടുന്ന് കുറച്ചും കൂടെ നടത്തണം. ഇതാണ് ഈ സ്പോട്ട്. അതായത് മെയിൻലി ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ജീപ്പേർ എന്ത് ചെയ്യും, ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ആ ഒരു സ്ഥലം കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും.
അപ്പോൾ ഇവിടുന്ന് ഈ റോട്ടിലാണ് ആ സൺറൈസിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തോ. ഓക്കെ, ഇനിയാണ് കാഴ്ചകൾ മക്കളെ, സീനാണ്. ഇവിടുന്ന് പോകുമ്പോൾ അല്ല കാഴ്ച രക്ഷയില്ല. മെയിനായിട്ട് പിന്നെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ കേരളത്തിലെ ആളുകൾ റയറാണ്, ഫുള്ള് തമിഴന്മാരാണ്. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ മൂന്നാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വരുന്ന സംഭവമല്ലേ, പക്ഷെ ഇതിനകത്ത് ഡ്രൈവേഴ്സ് ആണെങ്കിലും ഇവിടെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഫുള്ള് തമിഴന്മാരാണല്ലോ. വൈ നോട്ട്? അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. പൊട്ടത്തരാണെങ്കിലും ഒരു ചിന്തയാണ്, നിങ്ങൾ ചിന്തിക്കണം. ഇനിയാണ് നമ്മൾ മെയിൻലി കൊളുക്കുമലയുടെ വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ വരുമ്പോൾ മൂത്രയിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അടിയിൽ കൂടെയൊക്കെ പോയിട്ട് മൂത്രയിക്കാം കേട്ടോ. ഞാൻ 2 വട്ടം വന്നപ്പോൾ മൂത്രയിച്ചാണ്. മെയിനായിട്ട് എന്താ വെച്ചാൽ അവിടെ മൂത്രപ്പേരല്ല. പിന്നെ നമ്മൾ ആദ്യം കണ്ട ക്യാൻറ്റീൻ ഉണ്ടല്ലോ, ആ ക്യാൻറ്റീനിൽ മൂത്രയിക്കാം ഗേൾസ് ആണെങ്കിൽ. പക്ഷെ ആദ്യം വന്ന സമയത്ത് ഇവിടെയാണ് മെയിൻ സ്പോട്ട് എന്ന് കരുതിയിട്ട് ഞാൻ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയ കാട്ടിലൂടെ പോയിട്ട് മൂത്രയിച്ചു. തെറ്റാണ്, പക്ഷേ വെട്ടൽ സഹിച്ചാലും മുട്ടൽ സഹിക്കൂല എന്ന് പറഞ്ഞേ. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. ഓക്കെ, ഇനി മെയിൻ എൻട്രി ചെയ്യാൻ പോണ സ്പോട്ടാണ് മക്കളെ അടാറ്. നമ്മളെ മറ്റേ എൻട്രിയുടെ മുന്നേ ഒരു കാര്യം പറയാം. നമ്മളെ ദുൽഖർ സൽമാൻ ഉണ്ടല്ലോ, മാലാഖയായിട്ട് വരുന്നില്ലേ, ആ ഒരു സ്പോട്ടാണത്. കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏതാണ് സണ്ണി വെയിൻ്റെ ഒരു പടം, ഏതാ സിനിമ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷേ അതിലൊരു മാലാഖയായിട്ട് ദുൽഖർ ഒരു സീനുണ്ട്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തൊരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ ഓവർടേക്ക് ചെയ്യട്ടോ. ഇതാണ് ആ ഫ്രെയിം വരണം കേട്ടോ. അതായത് ജസ്റ്റ് ഇവിടുത്തെ പിന്നെയാണ് കാഴ്ചകൾ. ഇനി ഫ്രെയിം എൻ്റയർലി ഡിഫറെൻ്റ് ആവും കേട്ടോ. നോക്കിക്കോ നിങ്ങൾ ഫ്രെയിം. പിന്നെ അത് മാത്രമല്ല, ഒരു കോമഡി ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. ഇതിൻ്റെ അപ്പുറത്ത് കേരളവും ഇപ്പുറത്ത് തമിഴ്നാടുമാണ്. അതൊരു മൊമെൻറ്റ്സ് തന്നെയാണ്. ഇത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ദുൽഖർ ഓടി വരുന്നത്. യെസ്, നമ്മൾ സൺറൈസ് കണ്ട സ്പോട്ട് ഇതേ ആമല, അവിടെ കണ്ടതാണ് ഇത്. ഇവിടെയാണ് കുറച്ച് അടിപൊളി സ്പോട്ടുകൾ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞാൽ കിട്ടൂല. ബെസ്റ്റ് സൺറൈസ് സ്പോട്ട് ഇൻ കേരള. പിന്നെ നിങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉച്ചക്കോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ ടെൻ്റ് അടിച്ച് വല്ല തേയില എസ്റ്റേറ്റിനോടെ പോയിട്ട് 2 അടിച്ചിരിക്കേണ്ടി വരും. പക്ഷെ നല്ല ബെസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ സൺറൈസ് കൊളുക്കുമല തന്നെയാണ്. അപ്പം ഫസ്റ്റ് ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ കൊളുക്കുമല അല്ലെങ്കിൽ ശരിക്കും മൂന്നാറില്ല. പക്ഷെ നമ്മളെ കേരളത്തിലെ ആളുകൾ എന്ത് മെയിനായിട്ട് മൂന്നാർ വരും, ഏതെങ്കിലും റിസോർട്ട് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻ്റ് അടിക്കും, 2 അടിച്ചു കിടക്കും. ഇനി ഈ ഒരു വ്യൂ ഉണ്ടല്ലോ നിങ്ങളെ പൊളിയല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആദ്യം വന്ന സമയത്ത് ഇത് ആ 2 മലകൾ കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കോടയൊക്കെ പോയിരുന്നു. ഇത് ആ കാണുന്ന ഒരു എസ്റ്റേറ്റാണ്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ഓൺ ഓരോ ജീപ്പുകാരോട് ചോദിച്ചു നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഷെയർ ആയിട്ട് വന്നതുകൊണ്ട്, അതായത് ഓൾറെഡി ജീപ്പിൽ കുറച്ച് പേരും കൂടി ഉണ്ട്, അപ്പോൾ അവരെ ഇതുകൂടി നോക്കണം. അങ്ങനെ എനിക്ക് ഇരിക്കാനൊരു സ്പോട്ട് കിട്ടിട്ടോ, വളരെ ഡേഞ്ചറസ് അല്ലാത്തൊരു സ്പോട്ട്. ഒരാൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ടില്ല. നോക്കി വീട് കഴിഞ്ഞാൽ മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ പോകണ മാതിരിയാവില്ല. അതെങ്ങനെ ഇത് തപ്പും നോക്കി, നിങ്ങൾക്ക് അടിപാൻ കാണുന്നും കൂടി ഇല്ല. എന്താ വെച്ചാൽ ജനുവരി ഡ്രൈവറിന് കുറച്ച് വീഡിയോ കാണിച്ചു തന്നിരുന്നു. അയാളെ വീഡിയോ അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അയാളെ നമ്പറൊക്കെ വാങ്ങിച്ചാൽ വെറുതെ വള്ളി കേസാണ്. ഇവന്മാർ ചൊറയാണ്. അതിൽ നവംബർ ഡിസംബർ ജനുവരിയിൽ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് ക്ലൗഡ് ആയിരുന്നു അത്രേ. എൻ്റെ മോനെ സീന്, കാലിൻ്റെ അടിയിലൊക്കെ ക്ലൗഡ് ഇങ്ങനെ തട്ടി കൊടുത്താൽ അങ്ങോട്ട് പോകുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു.
കുറച്ച് സീനാണ്, ഇരുന്ന സ്പോട്ട് കുറച്ച് സീനാണ്. അപ്പോൾ ഞാൻ ഇരുന്ന പോലെ നിങ്ങൾ ഇരിക്കണ്ട, സേഫ്റ്റി. ഭാഗ്യത്തിന് ആരുമില്ല നോക്കി നിങ്ങൾ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരിക്കലും ക്ലൗഡ് വരുന്നുണ്ട് കേട്ടോ, കോട മൂടി വരുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു വൈറ്റ് കാണാം. നിങ്ങൾ ഒരിക്കലും ഈ സ്പോട്ട് സ്കിപ്പ് ചെയ്യരുത്. അത് ഉച്ചക്കോ നട്ടുച്ചക്കോ അല്ലാതെ ഈവനിങ് ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. സൺറൈസാണ് ഇവിടെ മെയിൻ. ഈവനിങ് ഒരു പുലർച്ചെ 5 മണിക്ക് ഇവിടെ എത്തണം. വരുമ്പോൾ ഒരിക്കലും തടയുന്ന ജീപ്പ് വരെ ഒരിക്കലും നിർത്തരുത്. ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നിങ്ങൾ എടുക്കുക. മാക്സിമം 500 രൂപ കൊടുക്കുക. ഒരാൾ ഇൻഡിവിജ്വൽ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം 2000 രൂപ ജീപ്പിന് കൊടുക്കുക. അതിൽ കൂടുതലൊന്നും ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നമ്മൾ ഇതേ ഒരു ഇത് കണ്ടില്ല നിങ്ങളിങ്ങനെ ഈ ഒരു ഇത് അത് കൂടെ ഓഫ് റോഡ് എടുത്തിൻ്റെ പൊന്നോ നട്ടുകൂട്ടിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ജീപ്പ് നിർത്തിയിട്ട് അവർ കാണാം. അതിൽ ആ ഒരു ടീം എടുത്ത ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി നിങ്ങൾ അടിപൊളിയാണ്. ഇനി നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു സ്പോട്ട് കണ്ടു, അതെ സൺറൈസ്. പിന്നെ ഈ ഒരു പാറ. ഇനി അടുത്ത പോകുന്നത് നമ്മൾ മെയിൻ ലയണ്ട ഒരു ഇത് വരുന്നുണ്ട്, അങ്ങോട്ടാണ്. അവിടെയാണ് നിങ്ങൾ ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടും കൂടിയും പോവാം നമുക്ക്. ഓക്കെ, ഇതേ അങ്ങനെ മെയിൻ സ്പോട്ടിലോട്ട് നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് കേരളത്തിലോട്ട് വേണമെങ്കിൽ ആ സൈഡിൽ നടന്നോളൂ, തമിഴ്നാട്ടിലോട്ട് വേണമെങ്കിൽ ഈ സൈഡിൽ നടന്നാൽ മതി. ഓക്കെ, തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് ഇല്ല, അപ്പോൾ കേരളത്തിൻ്റെ സൈഡ് നടന്നോളൂ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സീനിയർ രക്ഷയല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വന്ന സമയത്ത് പൊന്നു ഒടുക്കത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ, പക്ഷേ ചൂട് തുടങ്ങി. അതുകൊണ്ടൊരു സമാധാനമുണ്ട്, കാരണം ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണുന്നു അവിടെ ഒന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ശ്രദ്ധിക്കണ്ട, നിങ്ങൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ചുമ്മാ പറയണതല്ല. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ ആ മേലെ കണ്ടില്ല, പുള്ളി ജീപ്പുകാരനാണ്, പുള്ളിൻ്റെ അടവാണ്. പുള്ളി കൊണ്ടുവരുന്ന ആൾക്കാരെയും കൊണ്ട് മെയിനായിട്ട് പെട്ടെന്ന് കാണിച്ച് കൊണ്ടുപോകാത്ത പരിപാടിയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ സ്പോട്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും കൊളുക്കുമല അല്ലെങ്കിൽ മൂന്നാറിൽ ഈ ഒരു ഫ്രെയിം കേട്ടോ. ഇതാണ് മെയിൻ ഫ്രെയിം. ഇതെങ്ങനെ വെച്ചാൽ ഇതാണ് ഫ്രെയിം. ഈ ഒരു മരത്തിനെ ഇത് ഇങ്ങനെ കടിക്കുന്നതായിട്ടാണ് ഫ്രെയിം വരുന്നത്. ഈ ഒരു പോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് പോസാണ്. ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു, വയനാട്ടിലത്തെ ആൾക്കാരാണ്. ഒന്ന് പറഞ്ഞോ, പേരൊന്നും പറഞ്ഞോ. ആരിഫ്. അതെ, ഇവർക്കൊക്കെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ചെക്കന്മാർ ഫുള്ള് ഇവിടെ വന്നിട്ട് അലമ്പാണ്, ടൂൾസ് ഫുള്ളുണ്ട്, ഫുള്ള് സെറ്റപ്പ് ആയിട്ടോ അവർ വന്നിക്കണേ. ഓക്കെ, അങ്ങനെ ഇതാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല നിങ്ങളത്തെ ഈ ടൈമിൽ വന്നിട്ട് കാര്യമില്ലാന്ന്. അങ്ങനെ ഇന്ന് എനിക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ, കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. കാരണം എങ്ങനെയാ വെച്ചാൽ ഈ ഒരു പോസ് ഉണ്ടല്ലേ, ഇവിടെ പല പല പോസുകളായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരെയും ഓരോ ആംഗിൾ മാറി കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. ഇന്ന് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടി. ഇവന്മാർ എൻ്റെ കൂടെ വരെ പറഞ്ഞില്ലേ, അവന്മാരെടുത്തുനിന്ന് അവിടെ ഹെൽപ്പായിട്ട് പെട്ടെന്ന് അടിപൊളിയാണ്. ഞാൻ പിന്നെ നേരെ തരണുള്ളൂ ഇവിടുന്ന് വരുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോവാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആരും റെസ്ട്രിക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നടന്ന് പോവാം. പക്ഷേ ഒന്ന് സൂക്ഷിച്ചാൽ മതി, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ആണ് വരുന്നത്. ഇതേനെ പോയി കഴിഞ്ഞാലും വിട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല കോട, ഈ മേഘം മുട്ടിയ. പക്ഷെ ആ സമയത്ത് എനിക്കന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല, അതാണ് മെയിൻ. യൂട്യൂബ് എല്ലാം ഞാൻ മെയിൻലി ശരിക്കും പറഞ്ഞാൽ മൂന്നാർ എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് മൂന്നാർ ഒരു 6-7 തവണ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 100-101% പറയണത് എന്തായിരിക്കും, ലാസ്റ്റ് സിറ്റിയാണ് കൊളുക്കുമലയാണ്. കാരണം ഏറ്റവും
ത്രിൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കണ്ടാൽ എന്താ പറയുക, ആ സൺറൈസിൻ്റെ സ്പോട്ട് ആകുമ്പോൾ തന്നെ ആ വീഡിയോയിൽ കാണുന്നതിൻ്റെയും കാട്ടിലും എക്സാക്റ്റ് ഒരു സൺറൈസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിങ്ങനെ സൂര്യനെ കാണുന്ന പോലെ അല്ല, ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ട്. ഈ സൂര്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമുക്കൊരു കിട്ടലുണ്ട്, നമ്മുടെ മൈൻഡിലേക്കൊരു കത്തലുണ്ട്. അത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുതേ. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. കാരണം നിങ്ങൾ നോക്കി, കല്ലാണ്, തട്ടി വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. സോ നന്നായി സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ആ കല്ല് ഒരു സിംഹത്തിൻ്റെ ഒരു ഇതാണ് ആ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് ജീപ്പിലോട്ട് പോവാം. ജീപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്നാൽ ഒരു എറൗണ്ട് 220 കിലോമീറ്റർ, വൺ സൈഡ് 10 കിലോമീറ്റർ. ആ 10 കിലോമീറ്റർ കുറച്ച് സീനാണ്. ആ ഓഫ് റോഡ് നിങ്ങൾ മസ്റ്റ് കാണേണ്ട ഒരു ഓഫ് റോഡാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പം ഇനി ജീപ്പിൻ്റെ അവിടെ എത്തിയിട്ടാണ്. എന്താ എനക്കെന്താ പറയാനല്ലേ? അതെ അതെ, ഇതാ കേട്ടോ ആ ഒരു ഫ്രെയിം വരുന്നത് കാണിച്ചല്ലോ. ഇവിടുന്ന് തിരിച്ച് ഞാൻ പറഞ്ഞേ, ഇനി പോകുമ്പോൾ തിരിച്ചുള്ള ഓഫ് റോഡാണ് സീന്, കുറച്ച് സീനാണ്. അത് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഓക്കെ. ഓഫ് റോഡ് ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ പുലർച്ചെയായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. ഒന്നാമത് അത് മാത്രമല്ല, ഞാൻ ബാക്കിലായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലായതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം പക്കയായിട്ട്. ഓക്കെ, മാക്സിമം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും. കാരണം ഇനി തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു ഓഫ് റോഡിന്റെ ഒരു സീനുണ്ട്, കാണിച്ചു തരാം. ഓഫ് റോഡ് ഭ്രാന്തന്മാർക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ കൊളുക്കുമലയിലെ സൺറൈസ് മാത്രമല്ല, അങ്ങോട്ട് പോകണ ഏകദേശം ഒരു 10 ആണ്. എത്ര കിലോമീറ്റർ എടുക്കും ഈ ഓഫ് റോഡ്? സൂര്യനിൽ നിന്ന് 14 കിലോമീറ്റർ, സൂര്യ മൊത്തത്തിൽ 8 കിലോമീറ്റർ ഓഫ് റോഡ്. വൺ സൈഡ് 8 കിലോമീറ്റർ ഓഫ് റോഡ്. ഓക്കെ, 8 കിലോമീറ്റർ വൺ സൈഡ് ഓഫ് റോഡ് ഉണ്ട്, ഏകദേശം 10 കിലോമീറ്ററിന് അടുത്ത്. അപ്പോൾ തിരിച്ചും അതേ 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, റോഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. റോഡൊന്നും ഇല്ല, ഓഫ് റോഡ്. സോറി. ഇതിനകത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് ഊപ്പാടുള്ളത്. ഐ മീൻ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പ്രഗ്നൻ്റ് ആയ ആളുകൾ, നല്ല ഏജ്ഡ്, ബാക്ക് പെയിൻ ഒക്കെ ഇഷ്യൂസ് ഉള്ളവരൊക്കെ വരുമ്പോൾ നന്നായി വരാതിരിക്കായിരിക്കും ബെസ്റ്റ്. വീട്ടിൽ ലെവല് അതും എൻജോയ് ചെയ്യാം. കൊളുക്കുമലയിലോട്ട് വരുമ്പോൾ ഇത് പറഞ്ഞു, ഈ ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആദ്യം. പിന്നെ അവിടുത്തെ സൺറൈസ്, ഇത് രണ്ടും എൻജോയ് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ഈവനിങ് ആണ് അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ വന്നിട്ട് ഒരു കാര്യമല്ല, സൺറൈസിൻ്റെ സമയത്ത് വന്നത് തന്നെ ഉള്ളൂ ഇവിടെ ഉപകാരമുള്ളൂ. മാക്സിമം രാവിലെ ഒരു 5 മണിക്ക് എത്തിയാൽ മതി. 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ
ഏകദേശം ആ 5 മണിക്ക് അറൗണ്ട് 1 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് ഈ ഒരു സ്പോട്ടിലോട്ട്. അതായത് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് 1 മണിക്കൂർ ഇതുപോലെ ഓഫ് റോഡ് നടത്തിയിട്ട് വേണം പോകാൻ. ഞാനത് ഇവിടെ പക്ക ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, കാരണം അത്രയും സീനാണ് റോഡ്. പുള്ളി എനിക്ക് ഫുള്ള് സപ്പോർട്ടാട്ടോ. ഞാൻ അവിടുന്ന് തിരിച്ച് പുള്ളിനോട് നിർത്തി തന്നു. ഞാൻ ദേ അടിച്ചിറങ്ങിയിട്ടാണ്. കുരങ്ങന്മാരൊക്കെ കാണാം, അവിടെ കുരങ്ങന്മാരുണ്ട്. പോകുമ്പോൾ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. നോർമലി ഈ ഒരു എസ്റ്റേറ്റ് പ്രൈവറ്റ് അല്ലേ? എസ്റ്റേറ്റിന്റെ അണ്ടറിലല്ലേ ഈ കൊൽക്കുമല വരുന്നത്? കൊൽക്കുമല കേരള തമിഴ്നാട് ബോർഡറിലാണ് എത്തുന്നത്. അത് കൊൽക്കുമല ടോപ്പ് 300 ഏക്കർ അവർ ഓൺ പ്രോപ്പർട്ടിയാണ്. തമിഴ്നാട് പ്രോപ്പർട്ടി. അത് ഒരു 60 ഫാമിലി ഉണ്ട്, ഒരു ടീ ഫാക്ടറി ഉണ്ട്. ഈ തേയിലൊക്കെ എസ്റ്റേറ്റ് ഒക്കെ അതിനകത്ത് വരുന്നത്? ഇത് ഹാരിസൺ, ഇത് RPG ഗ്രൂപ്പ്, കോയങ്കോ മറ്റേ രാംപ്രസാദ് ബോംബെ കമ്പനിയായിരുന്നു. അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അത്. എത്ര ഏക്കർ വരുന്ന? ഇത് ഒരു 3000 സംതിങ് ഏക്കറിന് മുകളിലുണ്ട് ഈ ഹാരിസന്റെ. ഇത് കേരള പ്രോപ്പർട്ടിയാണ് ഹാരിസന്റെ. ടോപ്പ് നമ്മൾ കൊൽക്കുമല എത്തുന്നത് തമിഴ്നാട് പ്രോപ്പർട്ടിയാണ്. അതൊരു 300 ഏക്കറുണ്ട്, അത് ഓൺ പ്രോപ്പർട്ടിയാണ്. 2 പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണല്ലേ നമ്മളവിടെ പാസ് എടുത്ത് കയറുന്നത്? അതിനകത്ത് 500 എൻട്രി പാസ് എടുക്കുന്നത്. ഓക്കെ. കാഴ്ചകളൊന്നും രക്ഷയില്ല കേട്ടോ പോകുമ്പോല്ലേ. കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അടിയിലോട്ട് എത്തിയപ്പോൾ കുറച്ച് തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞല്ലോ ഈ ഒരു തേയില എസ്റ്റേറ്റ് ഇല്ലാണ്ട് ഇറങ്ങുമ്പോഴും കാഴ്ച രക്ഷയില്ല. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇരുട്ടത്തായതുകൊണ്ട് നമുക്കങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റൂല. ഈ എസ്റ്റേറ്റൊക്കെ എന്തായിട്ടുണ്ടാവും, ഇരുട്ടല്ലേ. പക്ഷേ തിരിച്ചു വരുമ്പോൾ നല്ല കാഴ്ചയാണ്, അടിപൊളി കേട്ടോ. അടിപൊളി കാഴ്ച കണ്ടപ്പോ ഇതേ ആ ജീപ്പ് ഫുൾ റൗണ്ട് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ ചുറ്റി വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഓ ഇതാണ് ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങളെ? ആ വീട് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു ഗ്രിപ്പ്. ഇത് ആരോ മുദ്ര വെച്ചിരിക്കണ. അയ്യേ, അതാണ് വീട്. ഒന്നുകൂടി ഞാൻ ക്ലോസ് ആയി കേട്ടോ. ആ വീട് മാത്രം ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടല്ലേ, അടിപൊളി കേട്ടോ. ഇവിടെ മേലെ നിന്ന് കാണുമ്പോൾ തിരിച്ചിറങ്ങുമ്പോഴേ ചെറുകുടലും വൻകുടലൊക്കെ ഒന്നായിരുന്നു ആ അവസ്ഥയാണ്. അതെ, ഈ പ്രഗ്നന്റ് ആവുമ്പോൾ ആ അവർക്കൊന്നും വരാൻ പറ്റൂല അല്ലേ? ഓ, പറയാതെ വന്ന് ആദ്യം അവിടെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങിയിട്ട് തന്നെ ആരും പറഞ്ഞില്ല നമ്മളോട്. അവരും പറഞ്ഞില്ല. റെക്കോർഡ് കണ്ടിട്ട് അവർ തന്നെ പറഞ്ഞ് പറ്റുന്ന പ്രശ്നമാണ്.
പറഞ്ഞല്ലേ തിരിച്ച് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് തന്നെ. പക്ഷേ ഇതിലങ്ങനെ എല്ലാവർക്കും വരാനൊന്നും പറ്റൂല. ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ ആ ടൈപ്പൊക്കെ വരുന്നവരെ എല്ലും ഇറച്ചിയും ഒന്നാവുന്നതായിരിക്കും. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ആ മരം കൊള്ളാം അല്ലേ. ഓ അങ്ങനെ ഫൈനലി ഇതേ അവിടെ തിരിച്ചെത്തിട്ടോ. ഞാൻ പറഞ്ഞില്ല ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 40 രൂപയാണ് ബൈക്ക് പാർക്കിങ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് 500 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലൊക്കെ വരുന്നവർ കയറി പോകുക. അല്ലാത്തവരാണെങ്കിൽ ജീപ്പിന് 2500 രൂപ കൊടുത്താൽ കേട്ടോ. ഞാൻ ഇതിലാണ് വന്നിരിക്കണം. ബൈക്ക് ഇതിൻ്റെ ബേക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റ് എല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചെടുക്കണം. അപ്പോൾ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് ഈ ഒരു സ്പോട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. മൂന്നാർ ഞാൻ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ കൊളുക്കുമലയിലേക്ക് ശരിക്കും മൂന്നാറില്ല. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.